തീരദേശ റോഡ്, കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് വടകര മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ ദിലീപിന്റെ വികസന രേഖ പുറത്തിറക്കി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വികസന രേഖയിൽ വടകര തീരദേശ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 13 കിലോമീറ്റർ തീരദേശമുണ്ട് ഈ വടകര നിയോജക മണ്ഡലത്തിൽ. അതിനെ കണക്ട് ചെയ്യുന്ന ഒരു റോഡ് നമുക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. കീരിത്തോട്, നടുത്തോട്, കാപ്പുഴത്തോട്, മാടാക്കരത്തോട് ഈ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് 13 കിലോമീറ്റർ തീരദേശ റോഡുകളുടെ നിർമ്മാണം ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉറപ്പു നൽകുകയാണ്. വടകര മുനിസിപ്പാലിറ്റിയുടെ പ്രദേശങ്ങളിൽ അനുഭവിക്കുന്ന കുടിവെള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനകത്ത് ഒന്ന്, നമ്മുടെ തീരദേശ മേഖലകളിൽ പ്രത്യേകിച്ചും പറയാം, വടകരയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉപ്പ് കലർന്ന വെള്ളം കുടിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ, കേന്ദ്ര സർക്കാരിൻ്റെ ജൽജീവൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ അത് കൃത്യമായിട്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല. കേന്ദ്രത്തിൻ്റെ വിഹിതം കൃത്യമായിട്ട് സംസ്ഥാനങ്ങളുടെ അക്കൗണ്ടിൽ എത്തുന്നുണ്ട് എങ്കിലും സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞുകൊണ്ട് അതിന് വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി അതിന് ടാങ്ക് ഉൾപ്പെടെയുള്ളവ നിർമ്മിച്ച് കണക്ഷൻ കൊടുത്ത് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ MLAക്കോ സംസ്ഥാന സർക്കാരിനോ സാധിച്ചിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരികയാണ് എങ്കിൽ ഇവിടെ ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് കുറച്ചുകൂടിയും എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ, അല്ലെങ്കിൽ നരേന്ദ്രമോദിജി എപ്പോഴും പറയുന്നത്, നരേന്ദ്രമോദിജിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളിലേക്ക് അതിവേഗത്തിൽ എത്തിക്കണമെങ്കിൽ ഡബിൾ എഞ്ചിൻ സർക്കാരുകൾ വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഡബിൾ എഞ്ചിൻ സർക്കാരുകൾ കേരളത്തിൽ വരുന്ന സമയത്തെ വികസന പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. കുടിവെള്ള പ്രശ്നം നമ്മൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുന്നിട്ടിറങ്ങും എന്നാണ് പറയാനുള്ളത്. വടകരയിൽ പ്രദേശങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനം നടക്കുന്നത്, മാലിന്യങ്ങൾ പണം കൊടുത്ത് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് റോഡ് സൈഡിൽ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പലപ്പോഴും അത് ചില കാരണങ്ങളാൽ അത് കത്തുന്ന ഒരു അവസ്ഥ, ചില അശ്രദ്ധ കൊണ്ടായിരിക്കും. ചിലപ്പോൾ മുനിസിപ്പാലിറ്റിക്ക് ഇത് വേണ്ട രീതിയിൽ സംസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ തന്നെ കത്തിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ പോലും പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ടോ എന്ന് പോലും ജനങ്ങൾ സംശയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പിന്നെ വടകരയിലുള്ള അറവ് മാലിന്യം അത് കൃത്യമായ രീതിയിൽ സംസ്കരിക്കാനുള്ള യാതൊരുവിധ പദ്ധതികളും ഇവിടെ ഇല്ല. അത് അറവ് മാലിന്യം മാത്രമല്ല, മൊത്തത്തിലുള്ള മാലിന്യങ്ങൾ മുഴുവൻ ഇപ്പോൾ ചെയ്യുന്നത് മറ്റ് സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ മാലിന്യങ്ങൾ അത് അന്യ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവരിലേക്ക് കയറ്റി അയക്കുക എന്നുള്ള ഒരു പ്രതിഭാസമാണ് കേരളത്തിൽ കാണുന്നത്. അത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല, നമുക്കെല്ലാവർക്കും അറിയാം. ഏതെങ്കിലും രീതിയിൽ അവിടെ നിന്ന് ഒരു പ്രതിരോധങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, അങ്ങോട്ട് കയറ്റി അയക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഈ മാലിന്യങ്ങൾ മുഴുവൻ ഇവിടെ കുന്നുകൂടുന്ന ഒരു സാഹചര്യം നമ്മുടെ ഈ വടകരയിലും നമ്മുടെ കേരളത്തിലും മുഴുവനായിട്ടും ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാലിന്യങ്ങൾ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് വെറുതെ പരസ്യത്തിൽ പറഞ്ഞാൽ പോരാ. സംസ്ഥാന സർക്കാരിൻ്റെ പരസ്യങ്ങളിൽ പറയുന്നുണ്ട് നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ മാലിന്യം സംസ്കരിക്കാൻ കേരളത്തിന് സാധിക്കുന്നുണ്ടോ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുന്നത്. അത് സാധിക്കണ്ടേ? നമ്മളൊരു ഉപദേശം ജനങ്ങൾക്ക് നൽകുന്ന സമയത്ത്, ഞങ്ങളൊരു മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്ന സമയത്ത് ആ മുദ്രാവാക്യം ആദ്യം പാലിക്കേണ്ടത് ആരായിരിക്കണം? നമ്മളായിരിക്കണം. അത് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ അഡ്വക്കേറ്റ് കെ ദിലീപിനെ നമ്മൾ വിജയിപ്പിക്കുകയാണ് എങ്കിൽ വടകരയുടെ മാലിന്യ പ്രശ്നം വടകരയിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുകയാണ്. 2 പതിറ്റാണ്ട് കാലങ്ങളായി ആരംഭിച്ചിരിക്കുന്ന അഴിയൂരിലെ ശ്മശാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ശ്മശാനങ്ങൾ എന്തുകൊണ്ടാണ് ശ്മശാനങ്ങളെ ഇങ്ങനെ അവഗണിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മാത്രമാണ് അതിൻ്റെ ആവശ്യമായിട്ട് വരുന്നത് എന്ന് ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ടാണ് അതിനെ അവഗണിക്കുന്നത് എന്ന് സംശയിക്കുകയാണ്. കാരണം ശ്മശാനങ്ങളുടെ പ്രശ്നം ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മുഴുവനുള്ള എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഈ ശ്മശാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അത്യാധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഈ സർക്കാരുകൾ പിന്നോട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. വലിയ സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ഇത്.
ചിലപ്പോൾ 1-2 കോടി രൂപയ്ക്ക് ഒരു ശ്മശാനം നമുക്ക് നിർമ്മിച്ചെടുത്ത് നല്ല രീതിയിൽ അത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ കേരളത്തിൽ മുഴുവനുള്ള ശ്മശാനങ്ങളുടെ അവസ്ഥ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ്. ഭാരതീയ ജനതാ പാർട്ടി ആ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. വടകര നിയോജക മണ്ഡലത്തിലെ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം, നമ്മൾ വിവിധ ഭക്ഷ്യ ഉൽപ്പാദനങ്ങൾ, നമുക്ക് റോ മെറ്റീരിയൽസ് കുറേ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ചക്ക ഉൾപ്പെടെയുള്ള, അതേപോലെ തന്നെ ഇവിടെ വാഴകൃഷി കൂടുതലായിട്ട് നടക്കുന്ന പ്രദേശമാണ്. അതുപോലെ തന്നെ തീരദേശ മേഖലകളിൽ മത്സ്യത്തിൻ്റെ ലഭ്യത ഉണ്ടാകുന്ന സമയത്ത് ആ മത്സ്യത്തിന് തുച്ഛമായ വിലയ്ക്ക് അത് വിൽക്കേണ്ട ഒരു അവസ്ഥയാണ് മത്സ്യത്തൊഴിലാളികൾക്കുള്ളത്. അത് കൃത്യമായിട്ട് സംസ്കരിച്ച് അതിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ട് കഴിഞ്ഞാൽ അതിന് നല്ല വില കിട്ടുന്ന രീതിയിൽ മത്സ്യത്തൊഴിലാളികൾക്കും അതോടൊപ്പം തന്നെ കാർഷിക ഉൽപ്പന്നങ്ങളായിട്ടുള്ള വാഴ ഉൾപ്പെടെയുള്ള, നമുക്കറിയാം ഈ വടകര പ്രദേശങ്ങളിലൊക്കെ വാഴ, കപ്പ ഇതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾക്കൊക്കെ കൂടുതൽ കൃഷി നടക്കുന്ന സ്ഥലമാണ്. അതിനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ സംസ്കരിച്ചെടുത്തുകൊണ്ട് പുതിയ പ്രൊഡക്റ്റായിട്ട് വിൽക്കാനുള്ള സംവിധാനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉറപ്പ് നൽകുകയാണ്. എല്ലാ പഞ്ചായത്തുകളിലും ഡിജിറ്റൽ ലൈബ്രറികൾ, നമ്മളിപ്പോഴും പഴയ കാലഘട്ടത്തിൽ തന്നെ നിൽക്കുകയാണ്. ഡിജിറ്റൽ ലൈബ്രറികളെ കുറിച്ചൊന്നും ഇപ്പോഴും അതൊന്നും നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടില്ല. അതിനെ നമുക്ക് നല്ല രീതിയിൽ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ വാർഡുകളിലും ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ലൈബ്രറികൾ കുട്ടികൾ വായിച്ച് വളരട്ടെ, കുട്ടികൾക്ക് പുതിയ അറിവുകൾ ലഭിക്കട്ടെ. അതിനു വേണ്ടിയിട്ടുള്ള ലൈബ്രറികൾ ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉറപ്പ് നൽകുകയാണ്. പരമ്പരാഗത തൊഴിൽ മേഖലയെ അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് നേരത്തെ ഇവിടെ വിജയബാബു മാഷ് അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. കഴിഞ്ഞ 70 വർഷ കാലഘട്ടങ്ങളിലായിട്ട് നമ്മുടെ ഈ വടകരയെ ഒന്ന് എടുത്തു നോക്കിയേ, ഒരു 100 പേർക്ക് ജോലി നൽകാൻ പറ്റുന്ന എത്ര സ്ഥാപനങ്ങളുണ്ട്? കഴിഞ്ഞ 5 വർഷ കാലഘട്ടങ്ങളിൽ KK രമ ജനങ്ങളുടെ മുമ്പിൽ പറയേണ്ട ഒരു കാര്യമാണത്. കഴിഞ്ഞ 5 വർഷ കാലഘട്ടങ്ങളിൽ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്ന എന്തെങ്കിലും സംരംഭങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടോ? PSC നിയമനങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇന്ന് PSC നിയമനങ്ങളിൽ 1ാം റാങ്ക് കിട്ടുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് പോലും PSCക്ക് അഡ്മിഷൻ കിട്ടാത്ത അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. 1ാം സ്ഥാനത്തുള്ളവർക്ക് പോലും ജോലി ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ. അപ്പോൾ പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കണം ഇവിടെ. അല്ലെങ്കിൽ ജനങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുട്ടികളെല്ലാം നമ്മളെ വിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം കൂടുതൽ ഭയാനകമായിട്ടുള്ള കേരളം വൃദ്ധസദനങ്ങളായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറും. ഇത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. പുതിയ തൊഴിലവസരങ്ങൾ നമുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഇത്തരത്തിലുള്ള പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ റവന്യൂ വരുമാനം വർദ്ധിക്കും. ഇവിടെ നല്ല ഇൻഡസ്ട്രികൾ, ഒരു കാർ ഇൻഡസ്ട്രി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഉണ്ടാക്കുന്ന സമയത്തുള്ള അതിൻ്റെ ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിന് നികുതി നമുക്ക് കേരളത്തിന് ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നമ്മുടെ ഇൻകം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് ഇത്തരത്തിലുള്ള തൊഴിൽ മേഖലയെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് കൈത്തറി മേഖലയെ, കയർ മേഖലയെയും മൺപാത്ര നിർമ്മാണത്തെയും എല്ലാം കൈപിടിച്ച് ഉയർത്തുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രികളെ കൂടി നമ്മുടെ ഈ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വരുമാനമുണ്ടാകും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ പേർക്ക് ജോലി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ആ പ്രദേശം മുഴുവൻ ഒരു വികസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ തൊഴിൽ മേഖലയിൽ വലിയ മുന്നേറ്റം ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വാഗ്ദാനം നൽകുകയാണ്. കടത്തനാടിൻ്റെ കളരി പദ്ധതികൾ, പാരമ്പര്യ ചികിത്സാ പദ്ധതികളൊക്കെ ഇന്ന് അവഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനൊന്നും വേണ്ട രീതിയിലുള്ള ഒരു പ്രാധാന്യം ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല. അതിനും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കും, NDAക്ക് സാധിക്കുമെന്ന് പറയുകയാണ്. വിനോദസഞ്ചാര മേഖലയിലും ധാരാളം സാധ്യതകളുണ്ട്. അത് നമ്മുടെ ലോകനാർകാവിൽ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ, ലോകപ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ് വടകര മണ്ഡലം എന്നുള്ള രീതിയിൽ. പക്ഷെങ്കിൽ വിനോദസഞ്ചാര മേഖലകളിൽ നമ്മളിപ്പോഴും ഒരു 25 വർഷമെങ്കിലും പിറകിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള യാതൊരുവിധ പ്രൊജക്റ്റുകളും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ 70 വർഷ കാലഘട്ടങ്ങളിലുള്ള
LDFനും UDFനും സാധിച്ചിട്ടില്ല. വിശേഷിച്ച് കഴിഞ്ഞ 5 വർഷം ഭരിച്ച MLAയ്ക്കും സാധിച്ചിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടി പുത്തൻ മാറ്റങ്ങൾ ഈ മേഖലകളിലേക്ക് കൊണ്ടുവരും. കേന്ദ്ര സർക്കാരിൻ്റെ കൂടി ഒട്ടനവധി പദ്ധതികൾ നമ്മുടെ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. തീരദേശ മേഖലകളിൽ ഉണ്ടാകുന്ന കടലാക്രമണം അത് വലിയ ഒരു പ്രശ്നമാണ്. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ട് ഉൾപ്പെടെയുള്ള അവരുടെ വല ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ഇത്തരം വർഷത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള തീരദേശ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം നൽകാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഫണ്ട് സ്വരൂപിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയാം. പാരമ്പര്യേതര ഊർജ്ജ പദ്ധതികളുമായിട്ട് സൗരോർജ്ജ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ്. നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ കുറേ മലമുകളിലൊക്കെ കുറേ പ്രദേശങ്ങളുണ്ട്, കുറേ ബിൽഡിങ്ങുകളുണ്ട്. അത്തരം സ്ഥലങ്ങളിലെല്ലാം തന്നെ നമുക്ക് സൗരോർജ്ജ പ്ലാന്റുകൾ നിർമ്മിച്ചുകൊണ്ട് നമുക്ക് ഊർജ്ജത്തെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി വടകരയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഊർജ്ജ സ്രോതസ്സുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കും. ഞാൻ നേരത്തെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ വടകരയ്ക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജത്തെ അത് നമ്മൾ വടകരയിൽ തന്നെ നിർമ്മിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറായിട്ടുണ്ട്. നിർമ്മിത ബുദ്ധി AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ തൊഴിലവസരങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്ലാൻ തന്നെ ഞങ്ങളുടെ കൈവശമുണ്ട്. കൂടുതൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ യുവാക്കളൊന്നും പുറത്തു പോകാതെ നമ്മളുടെ അടുത്ത് തന്നെ ജീവിക്കുന്ന ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നമാണ് അവൻ്റെ മക്കൾ അവരുടെ അവസാന കാലഘട്ടത്തിൽ അവരെ കൂടെ ഉണ്ടാവുക എന്നുള്ളത്. അതിന് AI ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള തൊഴിലവസരങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുമെന്ന് NDA ഉറപ്പു നൽകുകയാണ്. വടകരയിലെ ദീർഘകാലമായിട്ടുള്ള ഒരു ആവശ്യമാണ് കേന്ദ്രീയ വിദ്യാലയം നിർമ്മിക്കുക എന്നുള്ളത്. ആവശ്യമായിട്ടുള്ള സ്ഥലം ഏറ്റെടുത്ത് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും നേതൃത്വത്തിൽ ഉണ്ടാവും. നമ്മൾ നേരത്തെ ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം വികസിത കേരളത്തോടൊപ്പം തന്നെയാണ് സുരക്ഷിത കേരളം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്നത്. സുരക്ഷിത കേരളം എന്ന് പറയുന്ന സമയത്ത് ഒന്ന് ആ പ്രദേശത്തെ നമ്മുടെ വൈദേശിക ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതുപോലെ തന്നെ ഇന്ന് യുവാക്കളെ ലഹരിക്ക് അടിമപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണിത്. നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ റോഡിലിറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. അതിനെ മാറ്റിയിട്ട് ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകും എന്ന് പറയുകയാണ്. അതിന് കൂടുതൽ പേരെ അത് നമുക്ക് നാട്ടുകാരെ തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നും NDAയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. വടകരയുടെ കായിക പ്രേമികളുടെ നാടാണ് വടകര. അപ്പോൾ സ്പോർട്സിനൊക്കെ യാതൊരുവിധ ഒരു കൺസിഡറേഷനും നമ്മുടെ ഈ സർക്കാരുകൾ നൽകുന്നില്ല, MLA നൽകുന്നില്ല. അതിനു വേണ്ടിയിട്ടുള്ള യാതൊരുവിധ പ്രവർത്തനങ്ങളും നമ്മുടെ മേഖലകളിൽ നടക്കുന്നില്ല. അതിന് ഭാരതീയ ജനതാ പാർട്ടി ഉറപ്പ് നൽകുകയാണ്. യുവാക്കൾക്ക് അവർക്ക് കളിക്കാനുള്ള സ്ഥലം, കളിസ്ഥലം, ഗ്രൗണ്ട്, സ്റ്റേഡിയം ഇതൊക്കെ നമുക്ക് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് കളിയാണ് ലഹരി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സ്പോർട്സാണ് ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവാക്കളുടെ ഇടയ്ക്ക് നിന്ന് ഈ മയക്കുമരുന്നിനോടുള്ള ആസക്തിയൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അവരുടെ ശ്രദ്ധ നമുക്ക് ഈ പറയുന്ന ഈ കളികളിലേക്കും വിനോദങ്ങളിലേക്കുമൊക്കെ നമുക്ക് അതിനെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് സാധിക്കും. അവരുടെ എനർജി നമുക്ക് ആ മേഖലകളിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ പുതുതലമുറയെ മയക്കുമരുന്നിൽ നിന്ന് നമുക്ക് വിമുക്തി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഘട്ടം ഘട്ടമായിട്ട് ബാറുകളെ നിർത്തലാക്കും എന്ന് പറഞ്ഞ LDF സർക്കാരാണ് ഇപ്പം ഘട്ടം ഘട്ടമായിട്ട് മുക്കിന് ബാറുകൾ തുറന്നു കൊടുക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഈ ഒരു ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കായിക മേഖലയിൽ നമ്മൾ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. റെയിൽവേ മേൽപ്പാലങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. പരിസ്ഥിതി സംരക്ഷണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിസ്ഥിതി ഇപ്പോൾ നടക്കുന്ന വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള നമ്മൾ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പരിസ്ഥിതിയെ യാതൊരുവിധ രീതിയിലും പരിഗണിക്കാതെയാണ്.
അതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് വരുന്ന 5-10 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ അടുത്ത തലമുറയായിരിക്കും ഇതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരിക. നമ്മൾക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കുറച്ച് ദുരിതങ്ങളല്ല നൽകേണ്ടത്, നമുക്ക് നല്ല രീതിയിൽ പരിസ്ഥിതി വികസന പ്രവർത്തനങ്ങൾ നമ്മൾ കൊണ്ടുവരുന്ന പോലെ തന്നെ നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിച്ചു കൊണ്ടിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി NDA എന്നും ജനങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകിയാണ്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.